ആത്മബോധോദയ സംഘം മാവേലിക്കര കൊറ്റാർകാവ് ശുഭാനന്ദ ആശ്രമത്തിലെ ശുഭാനന്ദ ഗുരുവിന്റെ പൂരം ജന്മനക്ഷത്ര ഉത്സവത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശം നൽകലും സർവമത സമ്മേളനവും നടന്നു. ആത്മബോധോദയ സംഘം മാവേലിക്കര കൊറ്റാർകാവ് ശുഭാനന്ദ ആശ്രമത്തിലെ ശുഭാനന്ദ ഗുരുവിന്റെ പൂരം ജന്മനക്ഷത്ര ഉത്സവത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശം നൽകലും സർവമത സമ്മേളനവും നടത്തി. സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ചിത് സ്വരൂപാനന്ദ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി ജി സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ പറഞ്ഞത് 14 ജില്ലയിലും ഉണ്ടായ അണ്ടറേജായ ക്രിമിനൽ കുറ്റം ചെയ്ത കുട്ടികളെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ച് പഞ്ചായത്തിലും പോലീസിലും അന്വേഷിച്ച് ഞാൻ ഡാറ്റ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 85% കുടുംബങ്ങളും ബ്രോക്കൺ ഫാമിലിയാണ്, തകർന്ന കുടുംബത്തിലെ കുട്ടികളായി ക്രിമിനൽ വാസയിൽ ലഹരിയിലും പോയിരിക്കുന്നത്. കുടുംബ പശ്ചാത്തലം സമാധാനമാക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ അഡിക്ഷൻ മാത്രമല്ല, അടിപിടി കൂടുന്ന ദമ്പതികളെ കണ്ടുവളരുന്ന മക്കൾക്ക് 2 മാനസിക ഭാഗം വേറെ ഉണ്ടാവും. ഒന്ന് ക്രിമിനൽ വാസന കൂടും, മെന്റൽ റിട്ടാർഡേഷൻ കൂടും. ക്രിമിനൽ വാസന എന്ന് പറഞ്ഞാൽ അടികൂടുന്ന ദമ്പതികളുടെ മക്കൾക്ക് കുറ്റവാസന കൂടുതലാണ്. കളവ് പറയും, മോഷ്ടിക്കും, സഹജാതരെ ഉപദ്രവിക്കും, അങ്ങനെയുള്ള ആക്രമണ ത്വരയുള്ള വീട്ടിലുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കും, വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ക്രിമിനൽ വാസനയാണ്. അതിന്റെ പശ്ചാത്തലം 2017 തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി താമസിക്കുന്ന ഔദ്യോഗിക വസതിയുടെ മതിലിനോട് ചേർന്നുള്ള വീട്ടിൽ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു, ബന്ധുവിനെ കൊന്നു, ചൂട്ടുകരിച്ചു. ഈ വാർത്ത നിങ്ങൾ ടിവിയിലും പത്രത്തിലും വായിച്ചതാണ്. അവനെ ചോദ്യം ചെയ്തത് പോലീസല്ല, പിന്നെയോ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച മാനസികരോഗ ആശുപത്രിയായ ഊളംപാറ ആശുപത്രിയിലെ മെന്റൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ഡോക്ടർ നെൽസനാ ചോദിച്ചത്, എന്താ കാര്യം? ഇറ്റ് ഈസ് എ സൈക്കിക് കേസ്, അതൊരു മാനസിക പ്രശ്നമാണ്. വളരെ വളരെ ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും തമ്മിൽ അടിയായിരുന്നു. ഇവന്റെ തടസ്സം പിടിക്കാൻ ചെല്ലുമ്പോൾ കുഞ്ഞിനെ എടുത്ത് എറിയുമായിരുന്നു. ഈ ബിക്കേം എ നോട്ടോറിയസ് ക്രിമിനൽ. പശ്ചാത്തലം ഉണ്ടാക്കിയത് മാതാപിതാക്കളാണ്. അല്ലെങ്കിൽ എന്തുണ്ടാകും? മെന്റൽ റിട്ടാർഡേഷൻ വരും. അതെന്തൊക്കെയാ റിട്ടാർഡേഷൻ? നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി പൈസയൊക്കെ ചെലവാക്കി ഒരു ക്ലാസ്സിന് കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പറ്റത്തില്ല. ദെയർ മസ്റ്റ് ബി മെസ്സേജസ്, അല്ലേ? എന്തെങ്കിലും മെസ്സേജുകൾ വേണം. മാർ കൂർലോസ്, അബ്ദുൾ സത്താർ മൗലവി, സ്വാമി സൂക്ഷ്മാനന്ദ, അനി വർഗീസ്, ശാന്തി അജയൻ, കെ സുധാകരൻ, ബി ജെ രാജ്മോഹൻ, ആർ തുളസീധരൻ, വി കെ വിശ്വനാഥൻ, സജി പാലക്കാട്, ജി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു.